ഇതേപോലെ പോട്ടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി പ്ലാന്റാണ് പരിചയപ്പെടുത്തുന്നത്. പ്ലാന്റിൻ്റെ പേരാണ് ക്രിപ്റ്റാന്തസ്. ഈ ഒരു പ്ലാന്റാണ് നമ്മളിത് ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റാണ്. ക്രിപ്റ്റാന്തസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പൈനാപ്പിൾ ചെടിയുടെ ഏകദേശം ഒരു ഇലകളൊക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത, നമുക്ക് അധികം രീതിയിലുള്ള പരിചരണമൊന്നും ഈ ചെടികൾക്ക് ആവശ്യമില്ല. ചെടികൾ നമ്മൾ ഒരു പ്രാവശ്യം നട്ടു എടുത്തു കഴിഞ്ഞാൽ നമ്മൾ യാതൊരു വളങ്ങളും പിന്നെ ചെയ്തു കൊടുക്കേണ്ട. ഈ ചെടികൾ പല നിറത്തിലുള്ള ഇലകളുള്ള ചെടികൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്ലാന്റ് എങ്ങനെ നമുക്ക് നട്ടു വളർത്താം, അതേപോലെ ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കാം. ഇത് ഔട്ട്ഡോർ ആയിട്ട് വെച്ചുള്ള കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന ചെടികളൊക്കെയാണ് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ തൈകളാണ് നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള കാണുന്നതൊക്കെ ഇതിൻ്റെ തൈകൾ തന്നെയാണ്. അത്യാവശ്യം വലുപ്പത്തിൽ വളർന്നു വരുന്ന ചെടികൾ തന്നെയാണ്. ഇതിൻ്റെ ഇലകൾ കുറച്ചുകൂടി വലുതായിട്ടുള്ള വാരിയേറ്റഡ് വെറൈറ്റികളുണ്ട്, അതേപോലെ കളർ ചേഞ്ചുള്ള വെറൈറ്റികളുണ്ട്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിറത്തിലുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് കാണുന്നത്. മദർ പ്ലാന്റിൻ്റെ അരികിലൂടെ ഇതേപോലെ തൈകൾ കുറേ പൊട്ടി മുളച്ച് വരികയാണ് ചെയ്യുക. മദർ പ്ലാന്റ് ഇതേപോലെ മുകളിലേക്ക് ഉയർന്ന് സാവധാനം വളർന്നു വരികയും ചെയ്യും. നമുക്ക് ഇതിൻ്റെ തൈകൾ ഇവിടെ നിന്നാണ്, ഈ സൈഡിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ ഇതിലൊക്കെ നിറയെ തൈകളുണ്ട്. ഇത് കൃഷിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈകളൊന്നും എടുക്കാതെ വെച്ചത്. ഇത് വലുതാവുന്നതനുസരിച്ച് ഇലകൾ കുറച്ചുകൂടി വലുപ്പം വയ്ക്കുന്നുണ്ട്. ഈ ചെടികളുടെ നമുക്ക് അധികം വെയിലുള്ള സ്ഥലത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻഡോറായിട്ട് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾക്ക് കുറച്ചുകൂടി നിറം കിട്ടുന്നുണ്ട്. കൂടാതെ അധികം മഴയുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നനച്ചു കൊടുക്കുന്ന ആഴ്ചയിൽ ഒരിക്കലൊക്കെ നനച്ചു കൊടുത്താലും മതി. ചെടികൾക്ക് പൂക്കളുണ്ടാവും. പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. പൂക്കൾ ഒന്ന് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. ചെറിയ പൂക്കൾ ഈ ചെടികളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കങ്ങനെ കളക്ട് ചെയ്യാൻ നോക്കാം. ഇതേപോലെ വളർന്നിട്ട് ഭാഗങ്ങൾ നമുക്ക് അടർത്തി മാറ്റി തൈകളാക്കി എടുക്കാവുന്നതാണ്. അത്യാവശ്യം വേരോട് കൂടിയ തൈകൾ നമ്മൾ നോക്കിയിട്ട് ഇതേപോലെ അടർത്തിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ചുവട്ടുനിന്ന് പൊട്ടി മുളച്ച് വരുന്നതാണ്. തൈ നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ നോക്കാം. ചെറിയ പോട്ടുകൾ മതി ഈ ചെടികൾ നടാൻ വേണ്ടിയിട്ട്. വലിയ പോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ക്രിപ്റ്റാന്തസ് നടാൻ വേണ്ടി നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടി, കുറച്ച് മണ്ണ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് പകുതിയും ചാണകപ്പൊടിയും മണ്ണും എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു വൈറ്റ് പോട്ടിൽ ഇതേപോലെ ചെറിയ പോട്ടാണ് എടുത്തിട്ടുള്ളത്. അധികം വളത്തിൻ്റെ ഒന്നും ഈ ചെടിക്ക് ആവശ്യമില്ല. നമുക്ക് ഈ ഒരു പോട്ടി മിക്സിലേക്ക് ചെടി നട്ടു കൊടുക്കാം. ഇതേപോലെ പോട്ടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ തൈകൾ നടുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഈ ചെടികളുടെ അതേ രീതിയിൽ വളരാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബുഷായിട്ട് വളരുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ തീരെ തൈകൾ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ചെടികളൊക്കെ ഒന്നുകൂടി ഹൈറ്റ് വെച്ച് വളർന്ന് നല്ല ഭംഗിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. നമ്മൾ തൈകളെടുത്ത് പോട്ടിൽ നിന്ന് വീണ്ടും തൈകൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ ഒന്നും ചെയ്യാതെ, തൈകളൊന്നും എടുക്കാതെ വെച്ചിട്ടുള്ള പോട്ടിലേക്ക് നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളർന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ ഇലകൾ കുറച്ചുകൂടി നീളം വെച്ച് വരുന്നുണ്ട്. നമ്മൾ ആദ്യം ഈ ചെടികൾക്ക് ചെറിയ ഇലകളായിരുന്നു. അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് മറ്റൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കാനുണ്ട്. കുറച്ചുകൂടി വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പുതിയ പോട്ടിൽ വയ്ക്കാനുണ്ട്. നമ്മൾ ചെറിയൊരു കട്ടിങ് വാങ്ങിയതായിരുന്നു ചെടികളൊക്കെ. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഈ തൈകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ക്രിപ്റ്റാന്തസ് പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സംസാരിച്ചത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.